ബലൂച്ച് ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ അല്ലെങ്കിൽ മധ്യ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഒരു പ്രധാനപ്പെട്ട നഗരത്തെ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതായി ഒരു പ്രഖ്യാപനം നടത്തി. ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തി എന്നത് മാത്രമല്ല, പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ബാങ്കായ സെൻട്രൽ ബാങ്കിനെ പൂർണ്ണമായും കൊള്ളയടിച്ചു എന്നുള്ളൊരു വാർത്തയും പുറത്തിറക്കി. ഇപ്പോൾ ആ നഗരം സീസ് ചെയ്തു, അല്ലെങ്കിൽ അവിടെയുള്ള ഒരുപാട് പാകിസ്ഥാൻ ചെക്ക് പോസ്റ്റിനെ പിടിച്ചു വെച്ചു. ഇതൊക്കെ ഒരു വലിയ കാര്യമേ അല്ല. ഇവിടെ ആ ബാങ്ക് അതിനെ പൂർണ്ണമായും അവർ കയ്യിലെടുത്തു. ഇത് വരും ദിവസങ്ങളിൽ അവർക്ക് വലിയൊരു നേട്ടമായി തന്നെ മാറും. വരും ദിവസങ്ങളിൽ കരിഞ്ചന്തയിലൂടെ ലഭ്യമാകുന്ന ആയുധങ്ങൾ ആക്സസ് ചെയ്യുന്നതിനും വിവിധ തരം ആയുധങ്ങളെ പാകിസ്ഥാന് എതിരെ ഉപയോഗിക്കുന്നതിനും ഒരു പുതിയ ഗേറ്റ് വേ ഇതിലൂടെ ഓപ്പൺ ആയി എന്ന് തന്നെ പറയാം. ഇതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വിശദമായി അറിയാൻ പോകുന്നത്. ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇപ്പോൾ വലിയൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇവർ കാരണമാണ്. കഴിഞ്ഞ 5 ദിവസത്തെ ഒരു സമയക്രമം എടുത്തു നോക്കിയാൽ ബലൂച്ച് ലിബറേഷൻ ആർമി കാരണമല്ല പാകിസ്ഥാന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷം മെയ് മാസത്തിൽ ഒരു കൊടുമുടിയിലായിരുന്നു. പിന്നീട് ഒരു 2-3 ദിവസത്തിൽ അത് പതിയെ തണുത്തു. അപ്പോൾ തന്നെ ബലൂച്ച് ലിബറേഷൻ ആർമി ഇന്ത്യയോട് ഒരു അഭ്യർത്ഥന നടത്തി. വെറും 90,000 തോക്കുകൾ, ഒരു തോക്കിന് 10 വെടിയുണ്ടകൾ മാത്രം നൽകിയാൽ മതി. ഈ പാകിസ്ഥാനെ ഞങ്ങൾ എങ്ങനെ വിരട്ടി ഓടിക്കും, പാകിസ്ഥാനെ എങ്ങനെയെല്ലാം അടിച്ച് താഴ്ത്തണമെന്നുള്ളത് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, ലോകത്തിന് തന്നെ ഒരു പാഠമായി കാണിക്കാം എന്നൊരു വാക്ക് അവർ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ത്യ പതിവ് പോലെ നേരിട്ട് അവർക്ക് യാതൊരു സഹായവും ചെയ്തില്ല. അല്ലെങ്കിൽ ബലൂച്ച് ലിബറേഷൻ ആർമിയെ വെച്ച് ഇന്ത്യ എന്തെങ്കിലും പദ്ധതികൾ തയ്യാറാക്കുമോ എന്നുള്ളതൊക്കെ ഒരു സംശയമാണ്. കാരണം ഇത് പൂർണ്ണമായും റായുടെ ജോലിയാണ്. ഇതിന് പിന്നിലുള്ള പ്രവർത്തനങ്ങളെല്ലാം റാ തന്നെ നോക്കിക്കൊള്ളും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴൊന്നും സംസാരിക്കാൻ സാധിക്കില്ല. പക്ഷെ ബലൂച്ച് ലിബറേഷൻ ആർമി പൂർണ്ണമായും അവരുടെ തന്ത്രങ്ങൾ ഇപ്പോൾ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അവസാനത്തെ ഒരു 3 സംഭവങ്ങൾ എടുത്തു നോക്കാം. അതായത് ഈ ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാനിൽ ചെയ്തിട്ടുള്ള അവസാനത്തെ ഒരു 3 സംഭവങ്ങൾ എടുത്തു നോക്കാം. അത് നോക്കിയാൽ ഇതിന് മുൻപ് ചെയ്ത പാറ്റേണുകളൊന്നും ഇപ്പോൾ ഫോളോ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ദുരന്ത് ലൈൻ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലുള്ള ഒരു ഉദ്ദേശ അതിർത്തി എന്ന് പറയാം. കാരണം അഫ്ഗാനിസ്ഥാൻ ഇതുവരെയും അത് അംഗീകരിച്ചിട്ടില്ല. ഈ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ചിലത് ഈ ഒരു ലിബറേഷൻ ആർമിയുടെ സ്ട്രോങ് ഹോൾഡാണ്. ഇത്രയും ദിവസം പാകിസ്ഥാനുമായി പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ ഒരു ദുരന്ത് ലൈനുമായി ചേർന്ന് ഏതൊരു പ്രശ്നവും അഫ്ഗാനിസ്ഥാൻ ചെയ്തിട്ടില്ല. എന്നാൽ മെയ് മാസത്തിൽ മാത്രം 3 തവണ ബലൂച്ച് ലിബറേഷൻ ആർമി പ്രധാനപ്പെട്ട അറ്റാക്സ് നടത്തി. അതും ഈ ദുരന്ത് ലൈനിൽ ടെൻഷൻസ് എല്ലാം ഇൻക്രീസ് ചെയ്തിട്ട് പാകിസ്ഥാനിലും ഒരു അറ്റാക്ക് നടത്തി. ഇതിൽ ഒരു ആക്രമണം സംഭവിച്ചത് നമ്മുടെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. 40-ലധികം പാകിസ്ഥാൻ സർവീസ്മാൻസിനെ ന്യൂട്രലൈസ് ചെയ്തതായി അവർ അറിയിച്ചു. ഇതിനു മുൻപ് ബലൂച്ച് ലിബറേഷൻ ആർമി ഇങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് ഏതൊരു മുന്നറിയിപ്പും നൽകാതെ പെട്ടെന്ന് അവരുടെ ഒരു സർപ്രൈസായി ആക്രമണം നടത്തും. പക്ഷെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഈ പിരിമുറുക്കം അധികമായപ്പോൾ കൃത്യം പറഞ്ഞു വച്ചതുപോലെ ദുരന്ത് ലൈനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഒരു വലിയ പാകിസ്ഥാൻ ക്യാമ്പിനെ നശിപ്പിച്ചു. 40-ലധികം സൈനികരെ ന്യൂട്രലൈസ് ചെയ്തു. ഇതാണ് ആദ്യത്തെ സംഭവം. രണ്ടാമത്തേത് സുറ എന്ന സിറ്റിയിൽ നിന്നും 90 കിലോമീറ്റർ ദൂരെയുള്ള ചിറാൻകോട് എന്ന ഒരു പ്രദേശം. ഈ പ്രദേശത്തുള്ള ഒരു പോലീസ് സ്റ്റേഷൻ നേരെ ആക്രമണം നടത്തി. മുൻപൊക്കെ പറഞ്ഞു വെച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പോലീസ് സ്റ്റേഷനെ ആക്രമിച്ചത് 2 ദിവസത്തിന് മുൻപ് തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടായിരുന്നു. അടുത്ത 2 ദിവസത്തിൽ ഞങ്ങൾ സ്റ്റേഷൻ ആക്രമിക്കും, നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ അതൊന്ന് തടഞ്ഞു നോക്കുക. ഇങ്ങനെ ചാവേർ ബോംബ് ഉപയോഗിച്ചും ചില RPG പോലുള്ള ഗ്രനൈഡ്സ് ഉപയോഗിച്ചും പോലീസ് സ്റ്റേഷനെ പൂർണ്ണമായും നശിപ്പിച്ചു. ഇതിൽ 2 പേർ മരിച്ചു, 4 പേർക്ക് ഗുരുതരമായ പരിക്കും സംഭവിച്ചു. മൂന്നാമത്തെ സംഭവം അത് ഈ സുറബ് എന്ന സിറ്റിയെ പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നത്. ഈ സിറ്റിയുടെ പ്രാധാന്യം എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യ എന്നത് വേറിട്ടതാണ്. ഇപ്പോൾ ഈ പാകിസ്ഥാനെ 5ആയി വിഭജിച്ചാൽ അതിലെ 2 ഭാഗം, ആ 2 മടങ്ങ് പ്രദേശം അത്രത്തോളം ഉണ്ട് ഈ ഒരു ബലൂചിസ്ഥാൻ പ്രവിശ്യ. അത്രത്തോളം വലിയൊരു സ്ഥലത്ത് സെൻട്രൽ പ്രദേശത്താണ് ഇതുള്ളത്. കൊട്ട പ്രദേശത്ത് നിന്നും 180 മുതൽ 200 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശം. എക്കണോമിക്കലി ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ചൈന പാകിസ്ഥാന്റെ എക്കണോമിക് കോറിഡോർ സിപെക് അത് ഈ ഒരു പ്രദേശം വഴിയാണ് പാസ്സാകുന്നത്. കൂടാതെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ മിക്ക ലോജിസ്റ്റിക്സ് വിതരണ പാതയും ഇതാണ്. ഈ സ്ഥലം പാകിസ്ഥാൻ മാത്രമല്ല, നോർത്തിനെയും സൗത്തിനെയും ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹബ്ബായി പ്രവർത്തിക്കുന്നതും ഈ സുറബ് സിറ്റിയാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ 48-ലധികം ചെക്ക് പോസ്റ്റും അവിടെയുണ്ട്. വളരെ പ്രധാനപ്പെട്ട 2 അമ്യൂണിഷൻ ഡെപ്പോസും ഉണ്ട്.
പ്രധാനപ്പെട്ട 2 വെടിമരുന്ന് ശാലകളും അവിടെയുണ്ട്. ഇത് ഓപ്പൺ സോഴ്സിൽ നിന്നും ലഭിച്ച വിവരമാണ്. അപ്പോൾ ഇത്രത്തോളം പ്രധാനപ്പെട്ട ഒന്ന്, സ്ട്രാറ്റജിക്കൽ വൈസ് ആയാലും എക്കണോമിക്കൽ വൈസ് ആയാലും ഈ ഒരു സിറ്റി അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനത്ത് സ്ഥാപിതമായിരിക്കുന്ന ഈ ഒരു പ്രദേശം, ഇത്രയും ദിവസം ഇവർ ആക്രമിച്ചതെല്ലാം ആ ബോർഡറോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, അവസാനത്തെ 1-2 മാസത്തെ അവരുടെ ആക്രമണങ്ങളുടെ തന്ത്രമെല്ലാം പൂർണ്ണമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ലിബറേഷൻ ആർമി നടത്തിയ ആക്രമണം അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് നൽകുമോ എന്നൊന്നും അറിയില്ല. എന്നാൽ ഈ സെൻട്രൽ ബാങ്കിനെ പിടിച്ചെടുത്തത് അതവർക്ക് വലിയൊരു നേട്ടം തന്നെ നൽകും. ഒരു ചെറിയ ഉദാഹരണം പറയാം. SBI ഇത് ലോകം മുഴുവനും പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിങ് സേവനമാണ്. ഇപ്പോൾ നമ്മുടെ തെക്കൻ കേരളത്തിൽ ഉടനീളമുള്ള ബാങ്കിങ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഒരു സോണൽ ഓഫീസ് തിരുവനന്തപുരത്തുണ്ട് SBIയുടെ. അങ്ങനെയാണെങ്കിൽ അവിടെ എത്രത്തോളം അസറ്റ്സ് ഉണ്ടായിരിക്കും, എത്രത്തോളം പണമായിരിക്കും ആ ഒരു സോണൽ ഓഫീസിൽ അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ടാവുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ബാങ്ക്, ബലൂചിസ്ഥാൻ പ്രവിശ്യ, അതിനോട് ചേർന്നുള്ള മറ്റ് പ്രദേശങ്ങൾ, ഇതിന്റെ എല്ലാം ഒരു ഹെഡ് ക്വാർട്ടേഴ്സായി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹെഡ് ബാങ്ക് ആയിട്ടുള്ളത് ഈ സുരഭിലുള്ള സെൻട്രൽ ബാങ്ക് ഓഫ് പാകിസ്ഥാനാണ്. ഇതിനെയാണ് ഇവരിപ്പോൾ ലൂപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ ഒരുപാട് പണം അവർക്ക് ലഭിക്കും. എക്കണോമിക്കലി പാകിസ്ഥാൻ വീക്ക് ആണെങ്കിൽ കൂടിയും അവിടെയുള്ള ജനങ്ങളുടെ പണമെല്ലാം ആ ബാങ്കിലുണ്ട്. വളരെയധികം മണി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ചുരുക്കം ചില ബാങ്കുകളിൽ ഒന്നാണ് ഇത്. അപ്പോൾ പൂർണ്ണമായും ഇതിനെ അവർ പിടിച്ചെടുത്തത് കൊണ്ട് തന്നെ ലിബറേഷൻ ആർമിയുടെ റിസർവിൽ ഇപ്പോൾ ഏകദേശം ഒരുപാട് പണം വന്ന് ചേർന്നിട്ടുണ്ടാകും. ഇതിനെ അവർ വെറുതെ വെച്ചിരിക്കുകയൊന്നുമില്ല. ഇതിനകം ബ്ലാക്ക് മാർക്കറ്റിൽ ഒരുപാട് വെപ്പൺ സിസ്റ്റം അവൈലബിൾ ആണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻസ് ഇവർക്ക് ചില സഹായം ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം 2 ദിവസത്തിന് മുൻപാണ് ദുരന്ത് ലൈനോട് ചേർന്ന് ഈ 2 പേർക്കും, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻസിനും ഇടയിൽ ഒരുപാട് ഗൺ ഫൈറ്റ് സംഭവിച്ചത്. അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ ഇവരുടെ പക്കൽ പണമുണ്ട്. അവരുടെ പക്കൽ അമേരിക്ക ഉപേക്ഷിച്ചിട്ട് പോയ ധാരാളം ആയുധങ്ങളുമുണ്ട്. അപ്പോൾ ഇവരുടെ പക്കലുള്ള പണം അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചാൽ അമേരിക്കയുടെ ഹൈ ക്ലാസ് വെപ്പൺസ്, അവരുടെ കാർബൺ ഗൺസ് മുതൽ അവരുടെ അമ്മുനേഷൻസ് മുതൽ എല്ലാം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും. അപ്പോൾ ഇവർ ഇതിനകം ചോദിച്ച 90,000 തോക്കുകൾ, ഇതിൽ കുറച്ചെങ്കിലും ഈ ഒരു പണം വെച്ച് ഇവരെ കൊണ്ട് വാങ്ങാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ഓപ്പറേഷൻസ് ഇതോടുകൂടി അവസാനിക്കാനും പോകുന്നില്ല. പാകിസ്ഥാന്റെ സൈന്യത്തിൽ തന്നെ ബലൂച്ച് ലിബറേഷൻ ആർമിയെ പിന്തുണയ്ക്കുന്ന ചിലരുണ്ടെന്നും പറയുന്നു. പക്ഷെ അത് എത്രത്തോളം സത്യം എന്നറിയില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാനെ വീണ്ടും അടിച്ചമർത്തും. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ സുരബ് സിറ്റിയെ പിടിച്ചെടുത്തത്. പാകിസ്ഥാൻ സൈന്യത്തിന് ആ സിറ്റി അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് വരെയും പൂർണ്ണമായും അവിടെ നിയന്ത്രണത്തിലേക്ക് ആക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ സിറ്റിയുടെ ADCയെ കൊന്നു. അവിടെ പോലീസ് ഫോഴ്സ് ഉണ്ടെങ്കിൽ പോലും ആ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ഗവൺമെന്റ് ബിൽഡിങ്സിൽ നിന്നോ ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയിലുള്ള വ്യക്തികളെ പൂർണ്ണമായും അവിടെ നിന്നും പിരിച്ചു മാറ്റാൻ അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ആ സിറ്റിയെ കൺട്രോൾ ചെയ്തു, ഞങ്ങളുടെ കൺട്രോളിലേക്ക് ഇത് വന്നു എന്ന് പാകിസ്ഥാൻ സൈന്യം ഒരു ക്ലെയിം നടത്തിയാലും ഇപ്പോഴും പൂർണ്ണമായും ആ ലിബറേഷൻ ആർമിയിലുള്ള വ്യക്തികൾ അവിടെ നിന്നും ക്ലിയർ ചെയ്യാൻ പാകിസ്ഥാൻ സൈന്യത്തിനായിട്ടില്ല. അത്രത്തോളം ബലൂച്ച് ലിബറേഷൻ ആർമി അത് അവരുടെ ഒരു സ്ട്രോങ് ഹോൾഡാക്കി മാറ്റിയിട്ടുണ്ട്. വീണ്ടും 1-2 ദിവസം വരെയും ഈ ഒരു അവസ്ഥ നീണ്ടുപോകാം. പിന്നീട് അവിടെയുള്ളവർ പുറത്തു പോയതിനു ശേഷം പാകിസ്ഥാൻ സൈന്യം ആ സ്ഥലത്തെ പിടിച്ചെടുക്കും. ബലൂച്ച് ലിബറേഷൻ ആർമിയെ കൊണ്ട് കൂടുതൽ ദിവസം അവിടെ നിൽക്കാൻ സാധിക്കില്ല. എന്നാൽ അടുത്തു വരാൻ പോകുന്ന പ്രശ്നങ്ങളെ നേരിടാനുള്ള ആയുധങ്ങൾ വാങ്ങാൻ അവർക്ക് ഇതൊരു വലിയ വഴിയായി തന്നെ മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ കൂടുതൽ ബാധിക്കപ്പെടാൻ പോകുന്നത് അവിടെയുള്ള ജനങ്ങളാണ്. കാരണം ആ ബാങ്കിലുള്ള പണം പാകിസ്ഥാൻ സർക്കാരിൻ്റെതോ അവിടെയുള്ള ഉദ്യോഗസ്ഥരുടേതോ അല്ല. അവിടെയുള്ള ജനങ്ങൾ കഷ്ടപ്പെട്ട് സേവ് ചെയ്ത മണിയാണ് ഇപ്പോൾ ഈ ബലൂച്ച് ലിബറേഷൻ ആർമി എടുത്തിട്ടുള്ളത്. ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്നറിയില്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വെക്കുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.